പടം അടിപൊളിയായിരുന്നു, എല്ലാം ഓക്കെയാണ്, അടിപൊളിയായിരുന്നു. മമ്മൂക്ക കിടിലം സെറ്റപ്പ്, ഇതുവരെ കാണാത്തൊരു സെറ്റപ്പ്. നല്ല മൂവിയായിരുന്നു. നല്ല ഒരു ത്രില്ലർ പ്രതീക്ഷിച്ചു പോയി കഴിഞ്ഞാൽ മമ്മൂക്ക സീൻ നമുക്കൊന്നും പറയാനില്ല, അടിപൊളി നല്ല പടമായിരുന്നു, നല്ല പടം. അല്ല മമ്മൂട്ടിനെ നമ്മള് വെറുത്തു. അടിപൊളി. അടിപൊളിയാണ്. അടിപൊളി. നല്ല തിരക്കായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇത്ര നാൾ മമ്മൂക്കയുടെ നായകവേഷം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഞങ്ങള് പുള്ളിയുടെ വ്യത്യസ്തമായിട്ടുള്ള വില്ലൻ വേഷം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പുള്ളി എന്തൊക്കെ ചെയ്തു എന്ന് വെച്ചേക്കുന്നത് നമുക്ക് അറിയത്തില്ല. പുള്ളി ഓൾറെഡി ചെയ്യുമെന്ന് നമുക്കറിയാം, പക്ഷെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് നമുക്കറിയത്തില്ല. നമുക്കത് കണ്ട് നമ്മൾ രണ്ടാമത്തെ തൊട്ടാണ് കാണാൻ വരണേ. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്രൗഡല്ലേ. ഇന്ന് ഇച്ചിരി ഇലക്ഷന്റെ കാരണം ഇച്ചിരി പിള്ളേർ സെറ്റിൽ അങ്ങോട്ട് പോയെന്നുള്ളൂ, അല്ലെങ്കിൽ ഫാമിലിയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കണേ. അടിപൊളി. വിനായകൻ അടിപൊളിയായിരുന്നു. മമ്മൂക്കാട് മുമ്പിൽ പിന്നെ പറയാൻ പറ്റില്ല. അതെ, മമ്മൂക്കാക്ക് ഹാറ്റ്സ് ഓഫ് മമ്മൂക്ക ഈ വേഷം ചെയ്തേന്. അതുപോലെ മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സ്ക്രിപ്റ്റുകളെ കുറിച്ചൊക്കെ എന്താ പറയാ, ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെയാണ്. അതെ, പുള്ളി ഇപ്പം റോഷാണെങ്കിൽ നൻപകലാണെങ്കിലും മമ്മൂട്ടി കമ്പനി പുള്ളിക്ക് ഗ്യാരണ്ടി ഒന്നും നോക്കണ്ട, ഒന്ന് പടം കാണാം. നമുക്ക് കോടികളൊന്നല്ല വേണ്ടത്, നല്ല കഥാപാത്രം അത് കിട്ടുമെന്ന് പുള്ളിന്ന് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ 100 കോടി ഇല്ല എന്നുള്ള വിഷമം മമ്മൂക്കാക്ക് മാറി കിട്ടും. 100 കോടി അടുപ്പിക്കും. ഞങ്ങൾ കോടിയുടെ കാര്യങ്ങളൊന്നുമല്ല, കോടി ക്ലബ്ബ് കാര്യമൊന്നുമല്ല, ആക്ടിങ്, മെഗാ ആക്ടിങ്. മമ്മൂക്കാടെ ഈ ഒരു പടത്തിലെ നായികമാരത് ഒരു പടത്തിൽ പോലും ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത്രയും നായികമാരെ അണിനിരുന്ന ഒരു മൂവി ഉണ്ട് തോന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു മൂവിയില്ല, ഒരു വ്യത്യസ്തമായിട്ട് 20 വർഷം കഴിഞ്ഞാൽ ഈ പിക്കെടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കലങ്കാവൽ എല്ലാവരും പറയും. അതായത് 430 പടം ചെയ്ത ആള് 431ാമത്തെ പടത്തില് എന്ത് വ്യത്യസ്തത ആയിരിക്കും എന്ന് കാണാനാണ് ഇത്ര ആൾക്കാർ വരണേ. അപ്പൊ അതൊരു ചലഞ്ച് തന്നെയല്ലേ. ഇപ്പൊ വ്യത്യസ്തമായ പടങ്ങളാണല്ലോ. ഇപ്പൊ കണ്ണൂർ സ്കോഡ് ആണെങ്കിലും, കാതലാണെങ്കിലും, നൻപകൽ നേരത്തെ മയക്കാണെങ്കിലും, റോഷാക്കാണെങ്കിലും, ബ്രഹ്മയുഗമാണെങ്കിലും, ഇപ്പൊ ലാസ്റ്റ് വന്ന കളങ്കാവൽ പടമാണെങ്കിൽ പോലും നമുക്ക് അത്രയും വ്യത്യസ്തമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു പടം ആണെങ്കിൽ പോലും എന്താണ് വെറൈറ്റി? ഇപ്പൊ ഓരോരുത്തരും ഇപ്പൊ പറയുമ്പോൾ പോലും പഴയ മമ്മൂട്ടി പുതിയ മമ്മൂട്ടി എന്നുള്ള രീതി അതൊന്നുമില്ല. മമ്മൂട്ടി പുതിയ മമ്മൂട്ടിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയുന്ന പോലെ ആ പഴയ രീതിയിലുള്ള ഇതൊന്നുമില്ല. പുതിയ പുതിയ വെറൈറ്റികൾ തേടിയാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാൻ, അടുത്ത് തന്നെ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞ പിന്നെ ഇതാണ് ബെസ്റ്റ് നമ്മൾ വിചാരിക്കും, പക്ഷെ അടുത്ത് വരും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഈ പടത്തിൽ തന്നെ ഇപ്പൊ 20ലേറെ നായികന്മാരാണ് നമുക്ക് നിർത്തിയത്. ഓരോ സീൻ ബൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് അത്രയും ഒരു മികച്ച ഒരു അനുഭവം പോലെ മമ്മൂക്കായിൽ നിന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു റോള് പോലെയാണ് പോണത്. ജനങ്ങൾ പെട്ടെന്ന് മമ്മൂക്കാനെ കുറിച്ച് പ്രത്യേക ഒരു ഇമേജ് ഉണ്ടല്ലോ പുള്ളി എങ്ങനെയാന്നുള്ളത്. ആ ഇമേജിനെ പൊളിച്ചെഴുതണ രീതിയിലുള്ള വ്യത്യസ്തമായ റോളുകൾ പുള്ളി ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഓരോ പടത്തിനും പോകുമ്പോൾ പുള്ളി ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. മലയാളി ജനങ്ങളെ നല്ലൊരു അഭിനയിച്ചാണ്. മറ്റുള്ള പടങ്ങളിൽ ചുമ്മാ തമിഴ്നാട്ടിലെ ഫാൻസുകാർ പറയുന്നത് ഈ വേഷം ഞങ്ങൾക്ക് കമലഹാസൻ ചെയ്ത് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതും പുള്ളിയെ ചെയ്യുന്നില്ല. അവരുദ്ദേശിക്കുന്ന ഒരു നെഗറ്റീവ് പോലും ആരും ഇതായിട്ടില്ലല്ലോ. ആകെ പറഞ്ഞത് ആരാണ്? നമ്മുടെ എന്റർടൈൻമെന്റ് കീഴിയ അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. എന്താണ് പുള്ളി അവരൊക്കെ മര്യാദ പടം കാണാനായിട്ടായിരിക്കും എനിക്ക് തോന്നണം. എന്താ ഒരു പിടുത്തം കിട്ടും, റീച്ചിനാണോ എന്താണെന്നറിയില്ല. അവരെന്താ സംഭവം റീച്ചിനാ എന്താണെന്നറിയില്ല. അത് വേറൊരു കാര്യമുണ്ട്. അവരവർ പറഞ്ഞ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഊള അഭിനയമൊന്നും ഊള അഭിനയം. അതുമാത്രമല്ല അത്രയും പ്രായത്തിൻ്റെ അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര ഒരു മോശമായ ഇതായിപ്പോയി. അവർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയാം. ഇഷ്ടപ്പെട്ടില്ല ഇന്നലെ തെറ്റുവിട്ടില്ലെങ്കിൽ അതാണ് പറഞ്ഞു പോവാം. പക്ഷെ ഒരാത്ര പ്രായത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര മോശമായിപ്പോയി. അതൊക്കെ